കുമളി മൂന്നാർ സംസ്ഥാന പാതയിൽ നിലയുറപ്പിച്ച് കാട്ടാന പടയപ്പ. ലോക്ക്ഹാർട്ട് എസ്റ്റേറ്റിന് സമീപം ടോൾ ബൂത്തിനടുത്താണ് ആന നിലവിലുള്ളത്. ആനയെ തുരത്താൻ RRT സംഘം ശ്രമിക്കുന്നുണ്ട്. സുബിൻ ചേരുന്നുണ്ട്. സുബിൻ, വീണ്ടും പടയപ്പ ഇറങ്ങുകയാണ്. അപ്പോൾ ആന എവിടെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്? നിലവിൽ ഈ പടയപ്പ നിലയുറപ്പിച്ചിട്ടുള്ളത് കുമളി മൂന്നാർ സംസ്ഥാന പാതയിലാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഈ ഒരു പാതയ്ക്ക് നേരെ എതിർവശത്തുള്ള തോട്ടം മേഖലയിലാണ് ആന ഉണ്ടായിരുന്നത്. ഇതിനുശേഷം ഈ ടോപ്പ് സ്റ്റേഷൻ, മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ആന പോയിരുന്നു. അവിടെ ഈ ഇവിടെ ജനവാസ മേഖലയിൽ മാറി വനാതിർത്തിയുടെ പ്രദേശങ്ങളിലേക്ക് ആന മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് ആനയെ വനത്തിലേക്ക് തുരത്താനുള്ള ഒരു ശ്രമം RRT സംഘം നടത്തിയിരുന്നത്. പക്ഷെ അത് വിഫലമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചാൽ അവിടെ നിന്നും നടന്ന് നിലവിൽ ഇപ്പോൾ കുമളി മൂന്നാർ സംസ്ഥാന പാതയിലാണുള്ളത്. ലോക്ക്ഹാർട്ടിന് സമീപമുള്ള ടവർ ബൂത്തിലാണ്, അതായത് ഈ സംസ്ഥാന പാതയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടവർ ബൂത്ത് ഉണ്ട്. അവിടെയാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു ആന നിലയുറപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ തുരത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന് പറയുമ്പോഴും അതെല്ലാം തന്നെ വിഫലമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ പടയപ്പയെ സംബന്ധിച്ച് ഉള്ളത്. പ്രധാനമായും ഈ പടയപ്പയെ മാത്രം നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സംഘത്തെ കഴിഞ്ഞ ദിവസം നിയോഗിച്ചിരുന്നു. കൂടാതെ പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരത്താനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും വനംവകുപ്പ് മന്ത്രിയടക്കം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായി ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണങ്ങളും ആനയെ വനത്തിലേക്ക് തുരത്താനുള്ള ക്രമീകരണങ്ങളും എല്ലാം തന്നെ ഈ മൂന്നാറിൽ CCFിന്റെ നേതൃത്വത്തിൽ നേരിട്ടെത്തി പരിശോധനകൾ നടത്തി ആനയെ വനത്തിലേക്ക് തുരത്താനുള്ള ശ്രമങ്ങളൊക്കെയാണ് ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നത്. എന്നാൽ അതെല്ലാം തന്നെ പരാജയപ്പെടുന്ന സാഹചര്യം. നിലവിൽ ഇപ്പോൾ കുമളി മൂന്നാർ സംസ്ഥാന പാതയിൽ ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. നിലവിൽ വനംവകുപ്പ് വാച്ചർമാർ ആനയെ വനത്തിനുള്ളിലേക്ക് തുരത്താനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ അത് എത്രത്തോളം ഫലവത്താകുമെന്നുള്ളതാണ് ഇനി കണ്ടറിയുന്നത്. പ്രധാനമായും ഇവിടെ നിന്നും ആനയെ വനത്തിനുള്ളിലേക്ക് തുരത്തിയാൽ ഈ ആന എത്താൻ പോകുന്നത് നേരെ എതിർവശത്തുള്ള എസ്റ്റേറ്റ് മേഖലയിലേക്കാണ്, തോട്ടം മേഖലയിലേക്കാണ്. അവിടെ ജനവാസ മേഖലയാണ്. അവിടെ നിന്നും ഇനി പിന്നീട് എങ്ങനെ ആനയെ തുരത്തും എന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ ഉൾവനത്തിലേക്ക് തുരത്തി അവിടെ തന്നെ നിലനിർത്തുക എന്നുള്ളത് ഒരിക്കലും അത് വനംവകുപ്പിന് വളരെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെ ആയി മാറുന്ന സാഹചര്യമാണ്. എന്തായാലും നിലവിൽ ആനയെ വനത്തിനുള്ളിലേക്ക് പ്രധാന പാതയാണ്, നിരവധി വാഹനങ്ങൾ എത്തുന്ന ഒരു പാതയാണ്, വിനോദസഞ്ചാരികളടക്കം ഉപയോഗിക്കുന്ന ഒരു പാതയാണ്. അതുകൊണ്ട് തന്നെ ആന അവിടെ തുടർന്നാൽ ഈ വാഹനങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള അതിക്രമം ഈ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ആന നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രധാന പാതയിൽ തന്നെ ആന തുടർന്നാൽ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കും. അത് വാഹനങ്ങൾക്ക് നേരെ അതിക്രമം നടത്താനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ആനയെ വനത്തിനുള്ളിലേക്ക് തുരത്താനുള്ള, അല്ലെങ്കിൽ വനത്തിനുള്ളിലേക്ക് അടിയന്തരമായി മാറ്റാനുള്ള ഒരു ശ്രമമാണ് വനംവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാർ സംസ്ഥാന പാതയിൽ വീണ്ടും പടയപ്പ ഇറങ്ങിയിരിക്കുകയാണ്. RRT സംഘം കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. സുബിൻ K. തോമസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.